आदमी का बच्चा यशपाल। कहानी का मुख्य पात्र है डॉली। वह एक 5 वर्षीय बच्ची है। वह अपने माता पिता की इकलौती बेटी है. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിന്റെ പേരാണ് ഡോളി എന്ന് പറയുന്നത്. ഡോളി ഒരു 5 വയസ്സുള്ള കുട്ടിയാണ്. അവളുടെ പാരന്റ്സിന്റെ ഇക്ലോത്തി ബേട്ടി എന്ന് പറഞ്ഞാൽ ഒറ്റ മകളാണ്, ഒറ്റ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. उसके पिता बग्गा साहब मिल में चीफ എഞ്ചിനീയർ है, വിലായത് പാസ് है. അപ്പം അദ്ദേഹം ഫോറിനൊക്കെ പഠിച്ചു വന്നതാണ്. അതുപോലെ തന്നെ ചീഫ് എഞ്ചിനീയർ ആണ്. ആര്? ഡോളിയുടെ അച്ഛൻ ബഗ്ഗ സാഹബ്. उसकी मम्मा पिता और डॉली के सब सुविधाओं का प्रबंध करती है. डॉली कॉन्वेंट में पढ़ती है. स्कूल से आने के बाद उसका ख्याल आया बिंदी रखती है. അപ്പോൾ ഡോളിയുടെ അച്ഛൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മയാണ് ഡോളിക്കും അച്ഛനും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യുന്നത്. ഡോളി ഒരു കോൺവെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ നിന്നും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഡോളിയുടെ കാര്യങ്ങൾ നോക്കുന്നത് ഡോളിയുടെ ആയായിട്ടുള്ള ബിന്ദി എന്ന് പറഞ്ഞ സ്ത്രീയാണ്. डॉली का जीवन सुख सुविधाओं से भरा है എന്നാണ് കേട്ടോ. उसके पास अच्छे कपड़े है, अच्छा खाना है, प्यार करने वाले कई लोग हैं. ഡോളിയുടെ ലൈഫിൽ എല്ലാ തരം സൗകര്യങ്ങളും ഉണ്ട്. എന്തൊക്കെയുണ്ട്? നല്ല ക്ലോത്ത്സ് ഉണ്ട്, നല്ല ഫുഡ് ഉണ്ട്, ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളുണ്ട്. उसके माता पिता का मानना है कि कीड़े मकोड़ों की तरह बहुत सारे बच्चे पैदा करने में कुछ नहीं रखा है. एक बच्चा संभालना ही मुश्किल है तो कई बच्चे कैसे संभाले. അപ്പോൾ ഡോളിയുടെ പാരൻസിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു കുട്ടീനെ തന്നെ നോക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പുഴുക്കളെയും ഇൻസെക്ട്സിന്റെ ഒക്കെ പോലെ ഒരുപാട് കുട്ടികളെ ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? അവരെ നോക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കില്ലേ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഉन्होंने ഡോളി के भविष्य के बारे में भी सब सोच रखा है. അപ്പൊ അവരാണെങ്കിൽ ഈ ഡോളിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് വരെ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ डॉली के घर के पिछवाड़े में ही माली और धोबी के क्वार्टर है. മാലി का चौथा बच्चा हुआ है. അപ്പോൾ ഡോളിയുടെ വീടിന്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെയാണ് അവരുടെ വീട്ടിലെ മാലി എന്ന് പറഞ്ഞ ഗാർഡനർ, അതേപോലെ തന്നെ ഈ ധോബി, അവിടുത്തെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന ധോബിയുടെയും വീടുള്ളത്. അപ്പോൾ ആ മാലിയുടെ വീട്ടിൽ ഇപ്പോൾ 4ാമതൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. ഡോളിക്കോ, അയ്യോ ഇവിടെ ചോട്ടേന്നുണ്ട് കേട്ടോ, രണ്ടാമത്തെ ചാണ്ട്. ഡോली को छोटे बच्चे पसंद थे इसलिए वह बार बार माली के घर बच्चे को देखने के लिए भाग जाती. ഇത് ഭാര്യ എന്നല്ല, ബാർ എന്നാണ്. അപ്പം ഈ മാലിയുടെ വീട്ടിൽ ചെറിയ കുട്ടി ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഡോളി കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഓടിപ്പോവായിരുന്നു. മാലി और धोबी के बच्चों के साथ खेलती शहतूत के पेड़ों के नीचे. അപ്പം ഈ മാലിയുടെയും ധോബിയുടെ ഒക്കെ മക്കളിനായിട്ട് ഡോളി കളിക്കും മൽബറി ട്രീസിന്റെ താഴെയിട്ട്. ലേക്കിൻ ഡോളി കാ വഹാ ജാന മമ്മ കോ ബിൽക്കുൽ പസന്ദ് നഹീ ഥാ. പക്ഷെ ഡോളി ആ കുട്ടികളുടെ കൂടെ കളിക്കാൻ വേണ്ടി പോകുന്നത് ഡോളിയുടെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ധോബി കെ ലഡ്കെ കോ പിछले ഹഫ്തെ ഖസ്ര നിക്ലാ ഥാ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെയാണ് ഈ ധോബിയുടെ കുട്ടിക്കാണെങ്കിൽ, ധോബിയുടെ മകന് ഖസ്ര എന്ന് പറഞ്ഞാൽ 5ാം പനി വന്ന് പോയത്. മാ ഉസെ വാപ്പസ് ബുലാക്കർ കഹത്തി कि अगर उसे खेलने के लिए साथी चाहिए तो मैनेजर साहब के घर जाकर रमन और ज्योति के साथ खेले. അപ്പം അമ്മ പറയുന്നത് അവൾക്ക് കളിക്കാനായിട്ട് കൂട്ടുകാരെ വേണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ കൂടെ കളിക്കണ്ട, പകരം മാനേജറിന്റെ വീട്ടിൽ പോയാൽ അവിടെ രമൻ, ജ്യോതി അങ്ങനെ 2 കുട്ടികളുണ്ട്, അവരുടെ കൂടെ കളിച്ചോളൂന്ന്. മമ്മ ആയാ സെ कहती है कि उसे शाम को कंपनी बाग ले जाएं मगर उन काले गंदे बच्चों के साथ खेलने न दे. അപ്പൊ അമ്മ ആയയുടെ അടുത്ത് പറയാണ് ഈ കുട്ടീനെ ഈ രമന്റെയും ജ്യോതിയുടെ അടുത്ത് കളിക്കാനും കൊണ്ടുപോയിക്കോളൂ, അതുപോലെ തന്നെ ഈവനിങ്ങിന് കമ്പനി ബാഗിൽ കൊണ്ടുപോയിക്കോളൂന്ന്. फिर से अगर डॉली पिछवाड़े की तरफ गई तो आया को काम से निकाल दिया जाएगा. ഇനി വീണ്ടും ഡോളി ഈ മാലിയുടെ അല്ലെങ്കിൽ ധോബിയുടെ വീട്ടിൽ കളിക്കാൻ പോയേക്കണ് കണ്ടിട്ടുണ്ടെങ്കിൽ ആയനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു അമ്മ പറയുന്നു. മമ്മ डॉली के बाल बनाते वक्त उसे समझाती है वह गोरी सुंदर बच्ची है, उसे उन गरीब काले गंदे बच्चों के साथ नहीं खेलना चाहिए. അപ്പോൾ അമ്മയാണെങ്കിൽ ഡോളിയുടെ മുടി കെട്ടി കൊടുക്കുന്ന സമയത്ത് ഡോളിയുടെ അടുത്ത് പറയാണ്, ഡോളി നല്ല വെളുത്തിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ്. ആ കറുത്ത കാലെ ഗന്ധേ ബച്ചെ, ഗരീബ് കാലെ ഗന്ധേ ബച്ചെ എന്നാണ് പറയുന്നത്. ആ ദാരിദ്ര്യം പിടിച്ച അതുപോലെ തന്നെ കറുത്ത വൃത്തിയില്ലാത്ത ആ കുട്ടികളുടെ കൂടെ നീ കളിക്കാൻ പോകരുത് എന്നാണ് അമ്മ പറയുന്നത്. घर वालों ने डॉली के खेलने के लिए एक कुतिया ली थी, डैनी. അപ്പോൾ
ഡോളിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പട്ടിക്കുട്ടീനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഡാനി എന്ന് പറഞ്ഞിട്ട്. കുത്തിയാനെ പില്ലേ ദിയെ തോ ഉൻകോ ബി പാൽന മുഷ്കിൽ ഹോ ഗയ. അപ്പൊ ഈ പട്ടിക്കുട്ടിക്ക് കുട്ടികൾ ഉണ്ടായപ്പോൾ അവരെ നോക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ബഗ്ഗ സാഹബ് ने मेहतर से कहकर गर्म पानी में डुबोकर पिल्लों को मरवा दिया. അപ്പൊ ഈ ബഗ്ഗ സാഹബ് എന്താണ് ചെയ്തത്? ബഗ്ഗ സാഹബ് എന്ന് പറയുന്നത് ഡോളിയുടെ അച്ഛൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ കനാൽ ക്ലീനറിനെ വിളിച്ചിട്ട്, മെഹത്തർ എന്ന് പറഞ്ഞാൽ അതാണ്, കനാൽ ക്ലീനറിനെ വിളിച്ചിട്ട് ഈ പട്ടിക്കുട്ടികളെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ചൂടുള്ള വെള്ളത്തിൽ മുക്കി കൊന്നു കളഞ്ഞു. ഡോളി സ്കൂൾ സെ लौट आई तो प्रश्न करने लगी कि पिल्ले कहाँ गए. माँ और आया ने झूठ बोलकर उसे चुप करा दिया. അപ്പോൾ ഡോളി സ്കൂൾ വിട്ട് വന്നപ്പോൾ ഈ നായ്ക്കുട്ടികൾ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ അതേപോലെ ആയയും കള്ളം പറഞ്ഞിട്ട് കുട്ടീനെ മിണ്ടാതിരുത്തി. ഡോളി पिल्लों को എന്നാണ് കേട്ടോ, ഇത് पिल्लों എന്നുണ്ട്, पिल्लों को खोजती रही. फिर उसे मेहतर से पता चल गया कि उसके पिता ने पिल्लों को गर्म पानी में डुबोकर मरवा दिए हैं. അപ്പോൾ ഡോളി വന്നിട്ട് ഈ പില്ല എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ലാസ്റ്റ് എന്താണ് ഉണ്ടായത്? മെഹത്തറിന്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ്, ഈ കനാൽ ക്ലീനറിന്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഈ നായ്ക്കുട്ടികളെ ചൂടുവെള്ളത്തിൽ മുക്കി കൊന്നു മനസ്സിലായത്. आया ने बताया कि डैनी के पास इतना दूध नहीं था कि वह पिल्लों की भूख मिटा सके, इसलिए उन्हें मार दिया गया. അപ്പോ ആയയുടെ അടുത്ത് വന്നിട്ട് കുട്ടി ചോദിച്ചു എന്തിനാണ് ഈ പട്ടികുട്ടികളെ ചൂടുവെള്ളത്തിൽ മുക്കി കൊന്നത് എന്ന്. അപ്പോൾ ആയ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഡാനിക്ക് ഇത്രയും കുട്ടികളെ ഫീഡ് ചെയ്യാനുള്ള പാലില്ലായിരുന്നു, അതുകൊണ്ടാണ് ആ കുട്ടികളെയൊക്കെ കൊന്നു കളഞ്ഞത് എന്ന്. फिर जब माली के बच्चे की रोने की आवाज आई तो डॉली पूछने लगी कि वह क्यों रो रहा है. आया ने बताया भूख के कारण. അപ്പം മാലിയുടെ വീട്ടിൽ നിന്ന് ആ ചെറിയ കുട്ടി കരയുന്ന ശബ്ദം ഡോളി കേട്ടപ്പോൾ ഡോളി ചോദിക്കുകയാണ് ആ കുട്ടി എന്തിനാണ് കരയുന്നത് എന്ന്. ആയ പറഞ്ഞു ആ കുട്ടിക്ക് വിശന്നിട്ടാണെന്ന്. डॉली ने पूछा कि उसे भी गर्म पानी में डुबोकर मार क्यों नहीं डालते. അപ്പൊ ഡോളി ചോദിക്കുകയാണ് അത് വിശന്നിട്ട് കരയാണെങ്കിൽ അതിനെയും കൂടി ചൂടുവെള്ളത്തിൽ मुक्की കൊന്നു കളഞ്ഞൂടെന്ന്. मम्मा और आया ने उसे समझाया कि आदमी के बच्चों को कोई इस प्रकार नहीं मार डालता. അപ്പോൾ അമ്മയാണെങ്കിൽ അമ്മയും ആയയും കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കി മനുഷ്യന്മാരുടെ കുട്ടികളെ ആരും ഈ ചൂടുവെള്ളത്തിൽ മുക്കി കൊല്ലില്ലാന്ന്. ഡോളി सोच में पड़ गई थी. फिर एक दिन माली और मालिन को अपना छोटा बच्चा हाथ में लिए बाहर ജാത്തെ ഹുവെ ഡോളിനെ ദേഖ. അങ്ങനെ ഡോളി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ആ കുട്ടീനെ അങ്ങനെ കൊല്ലില്ല എന്ന് അമ്മയും ആയയും പറയണത് എന്ന്. അങ്ങനെയാണ് ഒരു ദിവസം ഡോളി വീട്ടിൽ നിൽക്കുന്ന സമയത്ത് മാലിനും കൂടിയിട്ട് ഈ ചെറിയ കുട്ടീനെ എടുത്തു കൊണ്ടുപോകുന്നത് കണ്ടത്. വേ റോ രഹേ ഥേ, അവർ കരയുന്നുണ്ടായിരുന്നു. ഡോളിനെ പൂച്ച ക്യാ ഹുവ. ആയ ने बताया उनका छोटा बच्चा मर गया है. അപ്പം ഡോളി ആയയുടെ അടുത്ത് ചോദിച്ചു എന്താണ് അവർ ഈ കുട്ടീനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്, അവരെന്താണ് വിഷമിച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ ആയ പറഞ്ഞു കുട്ടി മരിച്ചു എന്ന്, ആ ഏറ്റവും താഴെയുള്ള കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു. डॉली पूछने लगी कि माली ने अपने बच्चे को क्यों गर्म पानी में डुबोकर मार डाला. അപ്പോൾ ഡോളി ചോദിക്കാൻ വേണ്ടി തുടങ്ങി എന്തിനാണ് മാലി തന്റെ കുട്ടീനെ ഈ ഒരു ചൂടുവെള്ളത്തിൽ മുക്കി കൊന്നത് എന്ന്. യഹ് സുന്നേ പർ ആയ ബോലി മാലിനെ ഉസെ നഹി മാറ വ ഭൂഖ് സെ മറാ ഹെ. അങ്ങനെ കുട്ടി ചോദിക്കുന്നത് കേട്ടപ്പോൾ ആയ പറഞ്ഞു മാലി കുട്ടീനെ ചൂടുവെള്ളത്തിൽ മുക്കി കൊന്നതല്ല, അത് വിശപ്പ് കാരണം മരിച്ചതാണെന്ന്. യഹ് സുൻകർ ഡോളി പൂച്ച്തി ഹെ കി ക്യാ വ ബി ഭൂഖ് കെ കാരണം മർ ജായേഗി. ഇത് കേട്ടിട്ട് ഡോളിയും ചോദിക്കുകയാണ് ഞാനും ഇതുപോലെ ഒരു ദിവസം വിശപ്പ് കാരണം മരിച്ചു പോകുമെന്ന്. आया जवाब देती है नहीं, भूख से सिर्फ कमीने आदमी के बच्चे मरते हैं. यह कहते ही आया दुखी हुई. 2 वर्ष पहले उसका बच्चा लल्लू भी इसी प्रकार मरा था. तभी वह डॉली के घर नौकरी करने आई थी. ആയ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇല്ല, ഡോളി മെയിം സാബ് അല്ലെങ്കിൽ ഡോളി ഒരിക്കലും വിശപ്പ് കാരണം മരിക്കില്ല, കാരണം വിശപ്പ് കൊണ്ട് മരിക്കുന്നത് കമീനെ ആദ്മിക്ക് ബച്ചേ ഹെ. ഇവിടെ കമീന എന്നാണ് എഴുതിയിട്ട് ഉള്ളത് എന്നുണ്ടെങ്കിലും ലിറ്ററലി അവിടെ കമീനയുടെ മീനിങ് അല്ല എടുക്കേണ്ടത്. പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ ദളിതരുടെ കുട്ടികളാണ് വിശപ്പ് കാരണം മരിക്കുന്നത് എന്നാണ് റൈറ്റർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് ഈ ആയയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി, ആയയ്ക്ക് വിഷമാവാൻ തുടങ്ങി. അപ്പോഴാണ് ആയയ്ക്ക് തൻ്റെ ലല്ലുവിനെ ഓർമ്മ വന്നത്. ഈ 2 വർഷം മുൻപ് ഈ ആയിട്ടുള്ള ബിന്ദിക്ക് ലല്ലു എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടിയും ഇതുപോലെ തന്നെയാണ് മരിച്ചത്. അങ്ങനെ ആ കുട്ടി മരിച്ചതിന് ശേഷമാണ് ഈ ആയ ഇവിടെ ഡോളിനെ നോക്കാൻ വേണ്ടിയിട്ട് വന്ന് നിന്ന് തുടങ്ങിയത്. അങ്ങനെ ഇത്രയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.